എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ദിവസം മുമ്പ്, അതായത് കറക്റ്റായിട്ട് 29-ാം തീയതി ആണെന്ന് തോന്നുന്നു, 29-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി രാത്രിയിൽ കൊല്ലത്ത് പത്തനാപുരത്തു നിന്ന് കൊല്ലത്ത് കൊട്ടിയം ഹോസ്പിറ്റലിലേക്ക് പോണ ഒരു ആംബുലൻസ് തടഞ്ഞു നിർത്തി 2-3 അക്രമികൾ ആ ആംബുലൻസിൻ്റെ ഡ്രൈവറെയും ആംബുലൻസ് ഡ്രൈവറെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രോഗികളുണ്ട്. അതിലുള്ള രോഗികളൊക്കെ ഒച്ചപ്പാട്, രോഗികളുടെ ഒപ്പമുള്ള ആളുകളൊക്കെ ബഹളം വെച്ച്, നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ആംബുലൻസ് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്, അപ്പോൾ ഈ രോഗിനെ അർജൻറ്റായിട്ട് ആശുപത്രിയിൽ എത്തേണ്ടതാണ്, അപ്പോൾ നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്തത് ചോദിച്ചപ്പം ഇവർക്ക് ഹോൺ അടിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിലാണ് ഈ നാടുകൾ ഈ ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മാരകമായിട്ട് ഉപദ്രവിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഞാൻ കണ്ടു. ഇപ്പം ഏതൊരു ന്യൂസ് ചാനലിലോട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ പരിക്കുണ്ട്, വേറെ പ്രദേശത്തിൽ പരിക്കൊന്നും കാണുന്നില്ല. പക്ഷേ എന്നാലും ഇങ്ങനത്തെ ഈ വളരെ നാറിയ ഊളത്തരം ചെയ്ത് ഇവനെയൊക്കെ ശരിക്കും പോലീസ് പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കറക്റ്റ് ആംബുലൻസ് ഈ ആശുപത്രിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഇവർ റോഡ് തടഞ്ഞു നിർത്തിയിട്ട് ഈ ആക്രമണം നടത്തിയത്. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആംബുലൻസ് പോണ സമയത്ത് ഈ ബൈക്ക് മുന്നിൽ പോണ സമയത്ത് ഇവർ ഈ ആംബുലൻസിനെ കടത്തിവിടാത്ത രീതിയിൽ ആംബുലൻസിൻ്റെ മുന്നിൽ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ആംബുലൻസിനെ ഇവർ കടത്തി വിടൂല. കാരണം ഇവർ ഗുണ്ടായുസം കാണിക്കാണ്. കാരണം ഇങ്ങനെ കുറേ ആളുകളുണ്ട്, കള്ളും കഞ്ചാവും ലഹരിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ. ഇവർക്ക് യാതൊരു പണിയില്ല. ഇവർ ഈ റോഡിൽ ഇറങ്ങിയിട്ട് സദാചാര പോലീസ് കളിക്കുന്നത് ഇതുപോലുള്ള ആംബുലൻസിനെയും മറ്റുള്ള ഈ പ്രൈവറ്റ് കാറുകളൊക്കെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുക, ഉപദ്രവിക്കുക. കാര്യമൊന്നുമില്ല. കാരണം ഇവനൊന്നും തല്ലുകൊള്ളാതെ എവിടെയൊന്നും തല്ല് കിട്ടിയിട്ടില്ല. കാരണം ഇവരൊക്കെ നല്ല ഇറച്ചിക്ക് ചൂടുള്ള ചവിട്ട് കിട്ടാത്ത കുഴപ്പമാണ്. നല്ല പോലീസുകാർ കൊണ്ട് നല്ല കൂമ്പിന് ഇടിച്ച് ഇവ കൂമ്പ് വാട്ടിയെടുത്തിട്ട് വേണം ഇവനെ പുറത്തുവിടാൻ. കാരണം ഇവൻ്റെയൊക്കെ വെറും പോക്കൃത്തിനെ ചെറ്റത്തര ചെയ്യുന്നത്. കാരണം ഇവൻ്റെയൊക്കെ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതേവരിക്കും മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ചാകാൻ കിടക്കുന്ന സമയത്ത് ഇവനെ ഈ പരിപാടിയൊക്കെ ചെയ്യുമോ? ഇല്ല. കാരണം അപ്പോൾ അവന് വേദനയുണ്ട്. അവനവൻ്റെ സഹോദരനാണല്ലോ, അവനവൻ്റെ അമ്മയാണ്, സഹോദരിയാണ്, അല്ലെ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഭാര്യയോ മക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ. കാരണം ഇങ്ങനെ കുറേ നാടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവനെയൊക്കെ പൂട്ടാൻ പോലീസ് പിന്നെ സജീവമായിട്ട് രംഗത്ത് ഇറങ്ങുന്നതിന് വേണം. കാരണം വളരെ അത്രയും മോശമായി. ഒരു ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് ഡ്രൈവറെ വരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഒരു ആംബുലൻസ് അർജൻറ്റായിട്ട് സ്പീഡിൽ ഓൺ അടിച്ച് വരുമ്പോൾ നമുക്കറിയാം ആംബുലൻസ് സീരിയസ് ആയിട്ട് ഈ രോഗികളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ മനസാക്ഷിയുള്ള ആളുകൾ, ഒരുപാട് ആളുകളും ഈ പ്രൈവറ്റ് ബസ് വരെ നമ്മൾ ഒഴിഞ്ഞ് സൈഡാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ആംബുലൻസിന് ഒരു മുൻഗണന എപ്പോഴും കൊടുക്കണം. കാരണം ഈ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഈ ആംബുലൻസ്. മനസ്സിലായില്ല? അപ്പം അതുപോലുള്ള അങ്ങനെയുള്ള ഈ ആംബുലൻസ് വഴിക്ക് ഇങ്ങനെ തടഞ്ഞു നിർത്തി പോക്കൃത്തം ചെയ്യുന്നത് വളരെ മോശമാണ്, വളരെ ചെറ്റത്തരം തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇവരൊക്കെ പരമ ചെറ്റകളാന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ മനസ്സിലായി. എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനി എന്താണെന്നുള്ള അറിയത്തില്ല, ബാക്കി തീരുമാനം എന്താണെന്നുള്ള അറിയത്തില്ല. കാരണം ഇനിയിപ്പം ഇതൊക്കെ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോരുന്നു, എങ്ങനെയും ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കൈകാര്യം പിടിച്ച് ഇവനൊക്കെ വല്ല പാർട്ടിക്കാരോ അല്ല മറിച്ചവരൊക്കെ കൊടാണ്ടർമാരുണ്ടാവും ഇവനൊക്കെ ഇറക്കാനായിട്ട്. പിന്നെ ഇവനൊക്കെ ഇറക്കിയിട്ട് പിന്നെ ഈ നാട്ടിൽ വന്നിട്ട് ഈ പോകൃതി ചെറ്റപ്പണി ഇവനൊക്കെ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? ഇനി രോഗികളുടെ ഒപ്പം വന്നവരെ ഉപദ്രവിച്ചു എന്നുള്ള അറിയത്തില്ല. ഇപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ജമ്മു കാശ്മീരിൽ ഇതുപോലെ തന്നെ. പിന്നെ അത് വേറെ എന്താ സുവിശേഷ പ്രവർത്തകരെ, ഈ ക്രിസ്ത്യൻ മിഷനറിമാരെ എന്താ തടഞ്ഞു നിർത്തി അത് ആക്രമണം ഉണ്ടാക്കി. ഇതുപോലെ തന്നെ ചെറ്റത്തരാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, കേരളത്തിൽ മാത്രമല്ല. ഇത് എല്ലായിടത്തും നടക്കുന്ന സംഗതിയാണ് ഈ സദാചാര ഗുണ്ടായുസങ്ങൾ. കാരണം ഇവനൊന്നും അടിച്ചൊതുക്കാനൊന്നും ഇപ്പം പോലീസ് തുനിച്ചിറങ്ങിയില്ലെങ്കിൽ ഇവനൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? ഇവനൊക്കെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഈ കാലം കുറേയായിട്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ബംഗാളികളായിരുന്നു ഈ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ അക്രമം കാണിക്കുന്നത്. ഇപ്പോൾ ബംഗാളികൾ ഒതുങ്ങി. അല്ല, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, ഇവനൊക്കെ ബംഗാളികളൊക്കെ കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ആക്രമണം കാണിച്ചു കഴിഞ്ഞാൽ ഇവനൊന്നും മിണ്ടത്തില്ല. അതെന്താ? ഇവൻ്റെയൊക്കെ നാവ് എടുപ്പോയി. ഒരു ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിക്കുക, അതിലെ രോഗികളെ ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക. എന്താണിത്? കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്?
ശരിക്കും ഇവനൊക്കെ വെടിവെച്ച് കൊല്ലുക വേണ്ടി. നാളെ ഇപ്പം ഭൂമി ജീവിച്ചിരിക്കുന്നത്. കാരണം ഇവനൊക്കെ ഭൂമിക്ക് മേലെ മുകളിലേക്ക് ജീവിച്ചിരുന്ന ഭൂമിക്കും ഭാരമാണ്, മറ്റുള്ള ജനങ്ങൾക്കും ഭാരമാണ്, വീട്ടിലുള്ള ആളുകൾക്കും ഭാരമാണ്. പിന്നെ വീട്ടുകാർക്കൊന്നും ഇവരുടെ വേറെ മറ്റു ശ്രദ്ധ ഉണ്ടാവില്ല. കാരണം ഇവനൊന്നും വീട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. തന്തേനും തള്ളേനെ അനുസരിക്കാതെ ഈ നടക്കുന്ന കുറേ നാടുകളാണ് ഇതുപോലുള്ള ചെറ്റത്തരേ ചെയ്യുള്ളൂ. മനസ്സിലായില്ല? ഇവനൊക്കെ ശരിക്കും ഈ ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്തിട്ട് ഇവനെ അകത്തിടണം. വിടരുത്, പുറമെ ലോകം കാണിക്കരുത്. അവിടെ ജയിലിൽ ചട്ടിഞ്ചോറ് നിന്ന് അവിടെ കിടക്കണം. കാരണം എന്തൊരു നാറിയ പരിപാടി എന്നറിയോ ഇതൊക്കെ. പിന്നെന്താ വെച്ചാൽ ആംബുലൻസിലുള്ള ആൾക്കാർക്ക് ആ സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു കരുത്ത് അവർക്ക് കിട്ടിയില്ല. കാരണം അവരെങ്ങനെയാണ് ഈ രോഗിനെ രക്ഷിക്കാനായിട്ടാണ് അവർ പായുന്നത്, ഓടുന്നത്. അപ്പോൾ അവർ പിന്നെ അതൊന്ന് രക്ഷപ്പെടുത്താൻ അവർ പിന്നെ തുനിഞ്ഞിറങ്ങി ഇല്ലയെന്നേ ഉള്ളൂ. കാരണം അവരവരെ മർദ്ദിച്ച അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു. അവർക്ക് ഇനി മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഈ ഡ്രൈവർക്കും നല്ല ഏറ്റിട്ടുണ്ട്. കാരണം വലത് കൈക്കാണ് പരിക്ക് അയാൾക്കുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖം കണ്ടാണ് വളരെ വിഷമമുണ്ട് കേട്ടോ. ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇവനൊക്കെ ചാകാൻ കിടക്കുമ്പോൾ ഈ ആംബുലൻസ് വേണം ഇവനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ചിലപ്പോൾ അടുത്തുള്ള വീട്ടുകാരുടെ വണ്ടി കിട്ടിക്കൊള്ളുന്നില്ല. അല്ല ഇവൻ്റെ വണ്ടി ഇവനൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയൊക്കെ കൊണ്ടുപോയിരിക്കുകയും ചാകാൻ കിടക്കുമ്പോൾ. പക്ഷേ എന്തായാലും അതല്ലല്ലോ. ഒരു ആംബുലൻസ് ഇപ്പോൾ ഒരു വണ്ടിയും കാറും ഒന്നും ഇല്ലാത്തവന് പിന്നെ വേഗം ആംബുലൻസിനെയാണ് ആശ്രയിക്കേണ്ടി വരിക. വഴിയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആംബുലൻസുകാർ തന്നെ വരുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ വീട്ടിൽ നിന്ന് ആരും വരുന്നതിന് മുന്നേ ആംബുലൻസ് ആശുപത്രിയിൽ എത്തിക്കണം. ഇവരൊന്നും ഇതിൻ്റെ അനുഭവം അറിഞ്ഞിട്ടില്ല. കാരണം ഇവനൊക്കെ എവിടെയെങ്കിലും ചാകാനായിട്ട് കിടക്കുമ്പോൾ ഇവനൊക്കെ ഇതിൻ്റെ വിവരം അറിയുള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഇവനൊക്കെ വെള്ളം ഇവനൊക്കെ ശരിക്കും മരിക്കുന്ന സമയത്ത് നല്ല അനുഭവിച്ചിട്ട് വെള്ളം കിട്ടാതെ ചാവുക. കാരണം ഇവൻ്റെ ഒന്നും മരണം ശരിക്കും നല്ല മരണം മരിക്കില്ല. ഇവൻ വല്ല പെരുവഴിയിലൊക്കെ കടന്ന് വല്ലവൻ്റെ കുത്തു കൊണ്ടിട്ട് അടി കൊണ്ടിട്ട് ഇവനൊക്കെ ചാവുള്ളൂ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് ഇങ്ങനെ ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. കാരണം ഇങ്ങനെ പറയണ്ടെന്ന് കരുതിയാണ്. പക്ഷെ നമ്മൾ ഈ ഓരോ ആക്രമണങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യവും വിഷമവും വരും. എന്തൊരു അതിക്രമമാണ് അതെന്നറിയും ഇവർ ഈ കാണിക്കുന്നതൊക്കെ. ഇവരൊക്കെ വെറും പോക്കരുത് ഫ്രോഡാണ്. ഗജ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഗജ ഫ്രോഡാണ്. ശരിയെന്നാൽ നിർത്തുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ.